നമസ്കാരം. VBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കത്തോലിക്ക കോൺഗ്രസിന്റെ ചരിത്രം കേരളത്തിന്റെ നവോത്ഥാന ചരിത്രം തന്നെയാണെന്നും സഭയുടെയും സമുദായത്തിന്റെയും ശബ്ദമായി മാറാൻ അവർക്ക് കഴിയണമെന്നും പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട്. ജലസ്രോതസ്സുകളിലെ മാലിന്യം നീക്കം ചെയ്യാൻ വാട്ടർ ട്രാഷ് കളക്ടിംഗ് മെഷീൻ നിർമ്മിച്ച് വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ. വാട്ടർ ട്രാഷ് കളക്ടിംഗ് മെഷീൻ ലോഞ്ചിങ് കോളേജ് മാനേജർ മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ നിർവഹിച്ചു. മുതലക്കോടം ജനകീയ വേദിയുടെ ആഭിമുഖ്യത്തിൽ നിർധന രോഗികളെ സഹായിക്കുന്നതിനായി സംഘടിപ്പിച്ച അഖില കേരള വടംവലി മത്സരം മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹാജിമാർക്ക് യാത്രയയപ്പ് നൽകി. തൊടുപുഴ സിന്നമൺ കൗണ്ടി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഒടിയപാറ മുള്ളൻകുത്തി CSI പള്ളി റോഡ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചു. 200ഓളം കുടുംബങ്ങളുടെ ഏക ആശ്രയമായ റോഡ് പൂർണ്ണമായും തകർന്നിട്ട് 2.5 വർഷം കഴിഞ്ഞിട്ടും നന്നാക്കുവാൻ നടപടിയായില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. വാർത്തകൾ വിശദമായി. കത്തോലിക്ക കോൺഗ്രസിന്റെ ചരിത്രം കേരളത്തിന്റെ നവോത്ഥാന ചരിത്രം തന്നെയാണെന്നും സഭയുടെയും സമുദായത്തിന്റെയും ശബ്ദമായി മാറാൻ അവർക്ക് കഴിയണമെന്നും പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. വ്യക്തിപരമായല്ല, സഭയായി നിലനിൽക്കാൻ സാധിക്കണമെന്നും സഭാ പ്രതിസന്ധികളെ നേരിട്ട ഘട്ടങ്ങളിലെല്ലാം കത്തോലിക്ക കോൺഗ്രസ് മുൻപിലിറങ്ങി പ്രവർത്തിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കത്തോലിക്ക കോൺഗ്രസ് 106ാം വാർഷികത്തിന്റെ ഭാഗമായുള്ള സമ്മേളനം അരുവിത്തറയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ്. ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയുന്നിലം യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. മാർ ജോസ് പുളിക്കൽ, മാർ ജോൺ നെല്ലിക്കുന്നേൽ, മാർ തോമസ് തറയിൽ എന്നിവർ സന്ദേശങ്ങൾ നൽകി. കത്തോലിക്ക കോൺഗ്രസിന്റെ ചരിത്രം കേരളത്തിന്റെ നവോത്ഥാന ചരിത്രം തന്നെയാണെന്നും സഭയുടെയും സമുദായത്തിന്റെയും ശബ്ദമായി മാറാൻ അവർക്ക് കഴിയണമെന്നും പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. വ്യക്തിപരമായല്ല, സഭയായി നിലനിൽക്കാൻ സാധിക്കണമെന്നും സഭാ പ്രതിസന്ധികളെ നേരിട്ട ഘട്ടങ്ങളിലെല്ലാം കത്തോലിക്ക കോൺഗ്രസ് മുൻപിലിറങ്ങി പ്രവർത്തിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കത്തോലിക്ക കോൺഗ്രസ് 106ാം വാർഷികത്തിന്റെ ഭാഗമായുള്ള സമ്മേളനം അരുവിത്തുറയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിഷപ്പ്. കുടിയേറ്റം ഒരിക്കലും കയ്യേറ്റമല്ല. ജനസംഖ്യയിലെ കുറവ് സമുദായത്തിന്റെ ബലഹീനതയാണ്. വിദേശ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റവും ബാധിക്കുന്നുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കും കൃഷിക്കാർക്കും പ്രത്യേക കർമ്മ പദ്ധതികൾ രൂപീകരിക്കണം. സമുദായ ബോധം പകർന്നു തന്നവരെ കുറിച്ച് സവിസ്തരം പഠിക്കാൻ തയ്യാറാകണമെന്നും ബിഷപ്പ് പറഞ്ഞു. സമുദായ ബോധവൽക്കരണം തീവ്രമായ നിലയിൽ നമ്മൾ ഇനിയും പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട്. സമുദായ ബോധം കേവലം സംവരണ ബോധമല്ല. ന്യൂനപക്ഷ അവകാശം എന്ന് പറയുന്നത് ആനുകൂല്യങ്ങൾ അനുഭവിക്കുന്നത് മാത്രമല്ല, നമ്മളുടെ ഉത്തരവാദിത്വം കൂടെ നമ്മൾ കണ്ടെത്തണം. ചിലപ്പോഴെല്ലാം നമ്മളുടെ സഭയുടെ അടിസ്ഥാനപരമായ പാരമ്പര്യം ഉറങ്ങിപ്പോകുന്നുണ്ട്. സ്ലീപ്പിംഗ് ട്രഡീഷൻ എന്ന് വിദേശത്തുള്ളവർ പോലും ചിലപ്പോഴെല്ലാം നമ്മളുടെ സഭയുടെ പാരമ്പര്യത്തെക്കുറിച്ച് പറയാറുണ്ട്. അതിനെല്ലാം ഒരു ഉണർവ് നൽകിയത് വാസ്തവത്തിൽ ഈ കത്തോലിക്ക കോൺഗ്രസ് ആണ്. അവർ സഭയുടെ അടിസ്ഥാനപരമായ പ്രതിസന്ധികളിലെല്ലാം ഇറങ്ങി പ്രവർത്തിക്കുകയും വലിയ നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ട്. ജോൺ കച്ചറമറ്റൻ സാറിൻ്റെ സാന്നിധ്യം തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. പാരമ്പര്യം, ട്രഡീഷൻ നഷ്ടപ്പെടുമ്പോൾ ആമകളെപ്പോലെ നമ്മൾ പുറന്തോട് സൃഷ്ടിച്ച് ഉള്ളിലേക്ക് വലിയുകയും വളയുകയുമാണ്. ഉള്ളിലേക്ക് വളയുകയും വലിയുകയും ചെയ്യുമ്പോൾ നമുക്ക് നട്ടലില്ലാതെ പോവുകയാണ്. അരുവിത്തറ കോളേജിൽ നിന്നും ആരംഭിച്ച സമുദായ ശാക്തീകരണ റാലിയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ഗ്ലോബൽ പ്രസിഡന്റ് ബിജു പറയുന്നിലം അധ്യക്ഷത വഹിച്ചു. സിറിയ, നൈജീരിയ, ലെബനൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ അവിടെ രക്തത്തിന്റെ മണമാണ് സുഹൃത്തുക്കളെ, മരണത്തിന്റെ മണമാണ് ഈ രാജ്യങ്ങളിൽ. എന്നാൽ ക്രൈസ്തവർ നേതൃത്വം നൽകുന്ന രാജ്യം സ്വർഗതുല്യമാക്കുവാൻ നമുക്ക് സാധിച്ചെങ്കിൽ അത് ഈശോ പകർന്നു എന്ന ക്രിസ്തു സ്നേഹം അഭിയുന്ന പിതാക്കന്മാരിലൂടെ നമ്മുടെ സിരകളിലുള്ളതുകൊണ്ടാണ്. നമ്മൾ എവിടെയായിരിക്കുന്നോ അവിടെ പുണ്യഭൂമിയാക്കുന്നത്. അതാണ് ഈ ലോകം തിരിച്ചറിയുന്നത് ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച്. മാർ ജോസ് പുളിക്കൽ, മാർ ജോൺ നെല്ലിക്കുന്നേൽ, മാർ തോമസ് തറയിൽ എന്നിവർ സന്ദേശങ്ങൾ നൽകി. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ജനറൽ സെക്രട്ടറി രാജീവ് കൊച്ചുപറമ്പിൽ, ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഡോക്ടർ ഫിലിപ്പ് കവേൽ,
പാലാ രൂപത ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുന്നേൽ, അരുവിത്തുറ ഫെറോന വികാരി ഫാദർ സെബാസ്റ്റ്യൻ വെട്ടുകല്ലേൽ, സഭാതാരം ജോൺ കച്ചിറമറ്റം, പാലാ രൂപത പ്രസിഡന്റ് ഇമ്മാനുവൽ നിധീരി, സെക്രട്ടറി ജോസ് വട്ടുകുളം, ഭാരവാഹികളായ ഡോക്ടർ ജോബി കാക്കശ്ശേരി, ടെസി ബിജു, ഡോക്ടർ ജോസുകുട്ടി ഒഴുകയിൽ, രാജേഷ് ജോൺ, തോമസ് പീഡികയിൽ, ബെന്നി ആന്റണി, ട്രീസ ലി സെബാസ്റ്റ്യൻ, ഗ്ലാഡിസ് ചെറിയാൻ, ലിവൻ വർഗീസ്, ജോസഫ് മാത്യു എന്നിവർ പ്രസംഗിച്ചു. 2025 107 വാർഷികാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന പാലക്കാട് രൂപത ഭാരവാഹികൾക്ക് കത്തോലിക്ക കോൺഗ്രസ് പതാക കൈമാറി. ന്യൂസ് ബ്യൂറോ, അരുവിത്തുറ. ഒരു നാടിന്റെ വികസനവും പ്രവർത്തനവും ആധ്യാത്മിക നവീകരണത്തിലൂടെയെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കീരിത്തോട് ശിവപാർവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ മഹോത്സവത്തിന് ശേഷം നടന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് കീരിത്തോട്ടിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി റോഷി അഗസ്റ്റിൻ. ഒരു നാടിന്റെ വികസനം ആധ്യാത്മിക നവീകരണത്തിലൂടെയെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. അമ്പലങ്ങളിൽ നിന്നും പള്ളികളിൽ നിന്നും മോസ്കുകളിൽ നിന്നും കിട്ടുന്ന നല്ല നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ചാണ് ഒരു നാടിന്റെ വികസനം നടത്തുന്നതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. കീരിത്തോട് ശിവപാർവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ശേഷം നടന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി റോഷി അഗസ്റ്റിൻ. നമ്മുടെ നിയമസഭാ മണ്ഡലത്തിൽ ഓരോ പ്രദേശത്തെത്തുമ്പോഴും അതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത്. ഈ നാടിൻ്റെ വികസനം പ്രവർത്തനങ്ങൾ ഇതെല്ലാം നമ്മുടെ ആധ്യാത്മിക നവീകരണത്തിൻ്റെ കൂടി ഭാഗമാണ്. അമ്പലങ്ങളിൽ, പള്ളികളിൽ, മോസ്കുകളിലൊക്കെ ചെല്ലുമ്പോൾ അവിടുന്ന് കിട്ടുന്ന ഓരോ നിർദ്ദേശങ്ങളും നല്ല അഭിപ്രായങ്ങളും എല്ലാം ക്രോഡീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കീരിത്തോട് ജംഗ്ഷനിൽ ടൗണിനോട് ചേർന്നിരുന്ന അമ്പലമാണല്ലോ ഇന്നിവിടെ പ്രതിഷ്ഠ നടത്തുന്നത്. മനോഹരമായിട്ടുള്ള SNDP ഇടുക്കി യൂണിയൻ പ്രസിഡന്റ് പി രാജൻ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത് ക്ഷേത്ര സമർപ്പണം നിർവഹിച്ചു. ശാഖാ പ്രസിഡന്റ് സന്തോഷ് കടുമാനത്ത് അനുമോദന സന്ദേശം നൽകി. കീരിത്തോട് നിത്യസഹായ മാതാ ചർച്ച് വികാരി ഫാദർ തോമസ് വലിയമംഗലം മുഖ്യപ്രഭാഷണം നടത്തി. അനു തുവരയ്ക്കാക്കുഴി സംഘടനാ സന്ദേശം നൽകി. SNDP ഇടുക്കി യൂണിയൻ വൈസ് പ്രസിഡന്റ് KB സെൽവം മുൻ ഭാരവാഹികളെ ചടങ്ങിൽ ആദരിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ, വിനോദ് കള്ളിക്കാട്ട്, ലിസി ജോസ്, മനേഷ് കുടിക്കയത്ത്, TK തുളസീധരൻ പിള്ള, ജ്യോതിഷ് കുടിക്കയത്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി ആളുകളും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പഴയരിക്കണ്ടം. ജലസ്രോതസ്സുകളിലെ മാലിന്യം നീക്കം ചെയ്യാൻ വാട്ടർ ട്രാഷ് കളക്ടിംഗ് മെഷീൻ നിർമ്മിച്ച് വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ. വാട്ടർ ട്രാഷ് കളക്ടിംഗ് മെഷീൻ ലോഞ്ചിങ് കോളേജ് മാനേജർ മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ നിർവഹിച്ചു. എഞ്ചിനീയറിംഗ് വിഭാഗം അവസാന വർഷ വിദ്യാർത്ഥികളായ റെജിൻ റജി, മുഹമ്മദ് ഫഗത്ത്, നോയൽ മാത്യൂസ് എന്നിവർ ചേർന്നാണ് മെഷീൻ നിർമ്മിച്ചത്. ജ്യോതിഷ് ജോൺ തയ്യാറാക്കിയ റിപ്പോർട്ട്. ജലസ്രോതസ്സുകളിൽ അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായി വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച വാട്ടർ ട്രാഷ് കളക്ടിംഗ് മെഷീൻ ലോഞ്ചിങ് കോളേജ് മാനേജർ മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ നിർവഹിച്ചു. അവർക്ക് നൽകിയ പ്രതിശേഷികൾ കോളേജ് ഡയറക്ടർ ഡോക്ടർ പോൾ പാറത്താടം, പ്രിൻസിപ്പൽ ഡോക്ടർ KK രാജൻ, മെക്കാനിക്കൽ വിഭാഗം മേധാവി ഡോക്ടർ ഷൺമുഖേഷ് K, വൈസ് പ്രിൻസിപ്പൽ സോമി P മാത്യു, ഡോക്ടർ അരവിന്ദ് S, ലീബ വർഗീസ് എന്നിവർ സന്നിഹിതരായിരുന്നു. ജലസ്രോതസ്സുകളെ ദോഷകരമായി ബാധിക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഫ്ലോട്ടിംഗ് മാലിന്യങ്ങളെ അനായാസം വൃത്തിയാക്കാൻ കഴിയുന്ന വിധത്തിലാണ് മെഷീൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. കരയിൽ നിന്ന് റിമോട്ട് കൺട്രോളിന്റെ സഹായത്തോടെ നിയന്ത്രിക്കാവുന്ന ഈ മെഷീൻ ഒറ്റ ചാർജിങ്ങിൽ 4 മണിക്കൂറോളം പ്രവർത്തിപ്പിക്കാം. സോളാറിലും പ്രവർത്തിപ്പിക്കാൻ കഴിയും വിധമാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. കുറഞ്ഞ മുതൽ മുടക്കിൽ നിർമ്മിച്ചിട്ടുള്ള യന്ത്രത്തിന്റെ രൂപകൽപ്പനയും നിർമ്മാണവും പൂർണ്ണമായും വിദ്യാർത്ഥികൾ തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം അവസാന വർഷ വിദ്യാർത്ഥികളായ റെജിൻ റജി, മുഹമ്മദ് ഫഹദ്, നോയൽ മാത്യൂസ് എന്നിവർ ചേർന്നാണ് മെഷീൻ നിർമ്മിച്ചത്. അധ്യാപകരായ ഡോക്ടർ അരുൺ റാഫേൽ, ബിജു വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വാഴക്കുളം.
മുതലക്കോടം ജനകീയ വേദിയുടെ ആഭിമുഖ്യത്തിൽ നിർധന രോഗികളെ സഹായിക്കുന്നതിനായി സംഘടിപ്പിച്ച അഖില കേരള വടംവലി മത്സരം തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. മത്സരത്തിൽ ഒന്നാം സമ്മാനമായ 25,001 രൂപയും ട്രോഫിയും മഹാദേവ തിരുവാണിയൂർ ടീമിന് ജനകീയ വേദി പ്രസിഡന്റ് റോഷൻ സർഗം സമ്മാനിച്ചു. അടുത്ത പോരാട്ടത്തിലുള്ള ടീമുകൾ തയ്യാറായി എൻട്രൻസിലേക്ക് എത്തിച്ചേരുക. ടോസ്, ഫോട്ടോ സെക്ഷനെല്ലാം അവിടെ പൂർത്തീകരിക്കും. സംഘടിപ്പിച്ചിരിക്കുന്ന അഖില കേരള വടംവലി മത്സരത്തിന്റെ ആവേശ പോരാട്ടങ്ങൾക്ക് കളമൊരുങ്ങി കളിക്കളത്തിലേക്ക് കടന്നെത്തിയ കളിക്കൂട്ടുകാരായി പരിമിക്കത്ത രീതിയിൽ തലക്കളം തേടി കടന്ന ആവേശത്തിന് കളമൊരുക്കുന്ന കളിക്കൂട്ടുകാർ കൈയടിച്ച് സ്വീകരിച്ചേ. ആവേശങ്ങളുടെ കഥ പറയുന്ന തീരങ്ങളിലേക്ക് വടംവലിയുടെ മല്ലയുദ്ധത്തിന്റെ പന്ത ഒരുക്കി പടത്തൊട്ടി കൈയടിച്ച് തന്നെ സ്വീകരിക്കേണ്ട കായികപ്രേമികളുടെ കയ്യെടുത്താളത്തിന്റെ പിൻബലത്തിൽ എതിരാളികളെ കെട്ടുപൊട്ടിയ ഒരു വട്ടം പോലെ സ്വന്തം കാൽച്ചാട്ടിലേക്ക് വലിച്ചെടുപ്പിക്കുന്നു. പിന്തിലണിഞ്ഞിറങ്ങിയ പടയാളി കൂട്ടങ്ങൾ കളികൾ പിടിയൊതുക്കി. അൻസാർ വടക്കേ ഇതുപോലെയുള്ള കൂട്ടായ്മയിൽ പങ്കാളിയാകുക, ഇതുപോലെയുള്ള മത്സരങ്ങൾ അണിയിച്ചൊരുക്കുക, ആ മത്സരങ്ങളിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തികമായി കിട്ടുന്ന ആ ഫണ്ട്, അതിന് മിച്ചം വരുന്ന തുക അർഹതപ്പെട്ട നിർധരായ കുടുംബത്തിന് ചികിത്സാ സഹായമായാലും വിദ്യാഭ്യാസ കാര്യങ്ങളായി മറ്റേതൊരു വിഷയങ്ങൾക്കും ആ ഒരു തുക കൈമാറുമ്പോൾ നമുക്കറിയാം, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ജനകീയ വേദിയുടെ മുതലക്കോടത്തുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സംബന്ധിച്ച് അവരെക്കാലവും ഇവിടുത്തെ കലാ, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകളാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട്, ജാതിമത ചിന്തകൾക്ക് അതീതമായിക്കൊണ്ട് ഇന്ന് ഈ മത്സരം ഇവിടെ അണിയിച്ചൊരുക്കുമ്പോൾ ഒരു 2 മാസത്തെ ഇതിന്റെ പിന്നിലെ പ്രവർത്തനങ്ങളുണ്ട്. ഈ ജനകീയ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്നവരും അതിൽ സഹകാരികളുമായിട്ടുള്ള എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. ഇന്ന് ഇതിൻ്റെ ധനശേഖരണാർത്ഥം സംഘടിപ്പിച്ചിട്ടുള്ള വടംവലി, അത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇതിനകത്ത് ടീമുകൾ പങ്കെടുക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. നമ്മളെല്ലാവരും ഒന്നിപ്പിക്കുന്ന ഒന്നാണ് സ്പോർട്സ്, ഗെയിംസ് എന്നൊക്കെ പറയുന്നത്. ഒളിമ്പിക്സ് 4 വർഷം കൂടുമ്പോൾ പല രാജ്യങ്ങളിൽ വെച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ ശത്രുത പോലും മറന്ന് രാജ്യങ്ങളിൽ പങ്കെടുക്കുന്നു. അങ്ങനെ പങ്കെടുത്തുകൊണ്ട് വലിയ സൗഹൃദം ലോകത്തിന് മുഴുവൻ ഉണ്ടാവുകയാണ്. മുസ്ലിം ലീഗ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹാജിമാർക്ക് യാത്രയയപ്പ് നൽകി. തൊടുപുഴ സിന്നമൺ കൗണ്ടി ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് KMS ഷുക്കൂർ അധ്യക്ഷത വഹിച്ചു. PJ ജോസഫ് MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഓണംപള്ളി മുഹമ്മദ് ഫൈസി മുഖ്യ പ്രഭാഷണം നടത്തി. പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിനായി ജില്ലയിൽ നിന്നും പുറപ്പെടുന്നവർക്കായി മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. തൊടുപുഴ സിന്നമൺ കൗണ്ടിയിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. വിശ്വ മാനവികതയുടെ സന്ദേശമാണ് ഹജ്ജ് ഉദ്ഘോഷിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുക, വ്രതമെടുത്തുകൊണ്ട് പ്രാർത്ഥനയ്ക്കായി പോകുന്ന നിങ്ങൾക്ക് ഇവർക്കും അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വലിയ അവസരമാണിത്. ഈ ലോക ജീവിതത്തിന് അപ്പുറത്തൊരു ജീവിതമുണ്ട്. നന്മ ചെയ്തുകൊണ്ട് കടന്നു പോകാൻ നമ്മളെല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും യാത്രാമംഗളങ്ങളുണ്ട്. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് KMS ഷുക്കൂർ അധ്യക്ഷത വഹിച്ചു. ഷഹീർ മൗലവി പ്രാർത്ഥന നിർവഹിച്ചു. SYS സംസ്ഥാന സെക്രട്ടറി ഓണംപള്ളി മുഹമ്മദ് ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി. തെറ്റുകളിൽ നിന്നും മോചിതരായി ഹൃദയവിശുദ്ധി നേടിയെടുക്കലാണ് ഹജ്ജിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ മനുഷ്യ സഞ്ചയത്തിന്റെ മുഴുവൻ വിഷയങ്ങളെക്കുറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് പറയാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിലേറ്റിയിട്ടുള്ള പ്രാർത്ഥന അതായിരിക്കണം. എല്ലാ വേദനയുടെയും സങ്കടങ്ങളുടെയും കഥനങ്ങളെ മുഴുവനും ഒഴുക്കിക്കളയാൻ പറ്റുന്ന വിധം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മനുഷ്യത്വത്തിന്റെ പ്രാർത്ഥന ഉയരണമെന്നു തന്നെയാണ് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചത്. അതുകൊണ്ടാണ് അൽ ഹുജ്ജാജ് വൽ ഉമ്മാറു വഫദുല്ലാഹ്, ഹാജിമാരും അതുപോലെ തന്നെ ഉംറ ചെയ്യുന്നവരുമെല്ലാം അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ട ഡെലിഗേറ്റ്സുകളാണ്, അതിഥികളാണ്.
ഇവിടെ നിന്നവർ പോയിട്ട് അവിടെ ചെന്ന് പറയുന്നതെല്ലാം സ്വീകരിക്കപ്പെടുന്ന വിധം അള്ളാഹു ഇങ്ങനെ നിങ്ങളെ ക്ഷണിക്കുകയാണ്, നിങ്ങളെ വിളിക്കുകയാണ്. 4000 കൊല്ലം മുമ്പ് കേട്ട ഒരു വിളി, ആ വിളിയുടെ പ്രതിനിധി കാലങ്ങളെയും ദേശങ്ങളെയും കടന്നു നിങ്ങളുടെ ചെവിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവിൽ ചേർന്ന് നിൽക്കുകയാണ്. കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് മുഹമ്മദ് സക്കീർ, സൽമാൻ ബഖവി, സുബൈർ മൗലവി, മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM സലീം, ജില്ലാ ട്രഷറർ TK നവാസ്, വൈസ് പ്രസിഡന്റുമാരായ MB സൈനുദ്ദീൻ, മുഹമ്മദ് മൗലവി, സെക്രട്ടറിമാരായ PN സീതി, KM സലീം, സംസ്ഥാന കൗൺസിൽ അംഗം SM ഷെരീഫ്, PS യൂനുസ്, AM ഹാരിദ്, MA കരീം, PH സുധീർ, EAM അമീൻ, PS അബ്ദുൾ ജബ്ബാർ, അഡ്വക്കേറ്റ് ES മൂസ, PK മൂസ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഒടിയപാറ മുള്ളൻകുത്തി CSI പള്ളി റോഡ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചു. 200ഓളം കുടുംബങ്ങളുടെ ഏക ആശ്രയമായ റോഡ് പൂർണ്ണമായും തകർന്നിട്ട് 2.5 വർഷം കഴിഞ്ഞിട്ടും നന്നാക്കുവാൻ നടപടിയില്ല. റോഡിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് വിവിധ പഞ്ചായത്ത് ജനപ്രതിനിധികളടക്കം നിരവധി വട്ടം ബോധ്യപ്പെടുത്തിയെങ്കിലും യാതൊരു നടപടിയും ഇല്ലാത്തതിനാലാണ് റോഡ് ഉപരോധമെന്ന് സമരസമിതി കൺവീനർ KC രാജു പറഞ്ഞു. ഇത് വളരെ മോശമായ അവസ്ഥയാണ്. എത്രയും വേഗം ശരിയാവണം. ഒടിയപ്പാറ മുള്ളൻകുത്തി CSI പള്ളി റോഡ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചു. 200ഓളം കുടുംബങ്ങളുടെ ഏക ആശ്രയമായ റോഡ് പൂർണ്ണമായും തകർന്നിട്ട് 2.5 വർഷം കഴിഞ്ഞിട്ടും നന്നാക്കുവാൻ നടപടിയില്ല. റോഡിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് വിവിധ പഞ്ചായത്ത് ജനപ്രതിനിധികളടക്കം നിരവധി തവണ ബോധ്യപ്പെടുത്തിയെങ്കിലും ഇവർ പരസ്പരം പഴിചേർന്ന സ്ഥിതിയാണെന്നും വണ്ണപ്പുറം പഞ്ചായത്തിലെ 11, 12, 16 വാർഡുകളിൽ കൂടിയാണ് വഴി കടന്നു പോകുന്നതെന്നും പ്രായമായവരും രോഗികളും അടക്കം നിരവധി പേരുള്ള ഇവിടേക്ക് വാഹനങ്ങൾ പോലും വിളിച്ചാൽ വരാത്ത സാഹചര്യമാണെന്നും നാട്ടുകാർ പറഞ്ഞു. ഒരു വണ്ടിയും വിളിച്ചാൽ വരാൻ തയ്യാറില്ല. അവർക്കൊന്നും ഇതിലെ പോകാനേ വല്ല. കഴിഞ്ഞ ദിവസം തന്നെ ഒരു മരണം നടന്നിട്ട് ഒരു ആംബുലൻസ് വരാൻ വളരെ ബുദ്ധിമുട്ടിയാണ് പോകുന്നത്. അതുമാത്രമല്ല ഇത്ര സ്കൂൾ ബസ്സുകൾ കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട്. അതൊന്നും ഇവരിത് പരിഗണിക്കുന്നുമില്ല. എന്ത് ബുദ്ധിമുട്ടി രാത്രിയിലൊക്കെ പോവുകയാണെങ്കിൽ തന്നെ ഇവിടുന്ന് കാല് കുത്തി നടന്ന് ഇറങ്ങി വേണം വണ്ടിയെടുത്ത് നമുക്ക് പോകണമെങ്കിൽ. ഒരു 4 പിള്ളേരെ നമ്മൾ ബൈക്ക് അല്ലെങ്കിൽ 3 പിള്ളേരെ ബൈക്കിൽ കയറ്റി പോകണമെങ്കിൽ ഇത് താഴ്ഭാഗത്ത് പിള്ളേരെ ഇറക്കി വിട്ട് വണ്ടി തള്ളി കയറ്റിയിട്ട് വേണം പിള്ളേർ ഇവിടെ നടന്നു വന്ന് വേണം ബൈക്കിൽ കയറി ബാക്കി നമുക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ നമുക്ക് ഈ റോഡ് എത്രയും വേഗം നന്നാക്കി കിട്ടണം. വയസ്സായവർക്ക് പോകാൻ ഒരു ഓട്ടോ വിളിച്ചു കഴിഞ്ഞാൽ ഓട്ടോക്കാർ പോരില്ല. ഇപ്പം ഇരട്ടി കൂലി കൊടുക്കാന്ന് പറഞ്ഞാൽ പോലും ഓട്ടോക്കാർ വരണ്ടേ. ബസ്സിന് പേടിയല്ലേ ഇതിലെ പോകാൻ. അധികാരികളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് പഞ്ചായത്തിനോട് ചോദിച്ചാൽ പഞ്ചായത്ത് പറയുമ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഉത്തരവാദിത്തമല്ല, ഞങ്ങളുടെ വഴി. ഈ പപ്പു പറഞ്ഞ പോലെ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ഇത് പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി പറയാൻ തുടങ്ങിയിട്ട്. 6 സ്കൂളുകളിലെ സ്കൂൾ ബസ്സുകൾ കടന്നു പോകുന്ന ഇവിടെ വലിയ അപകട സാധ്യതയാണ് നിലനിൽക്കുന്നത്. കോൺട്രാക്ടർമാർ ഏറ്റെടുക്കാത്തതാണ് പണി വൈകാൻ താമസമെന്ന് ബന്ധപ്പെട്ടവർ പറയുന്നുണ്ടെങ്കിലും ഭീമമായ കമ്മീഷൻ ചോദിച്ചത് മൂലമാണ് കരാറുകാരൻ പണി ഏറ്റെടുക്കാൻ വൈകാൻ കാരണമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. എല്ലാ വാർഡിലും ഒരു മെമ്പറേ ഉള്ളൂ. ഈ റോഡില് 3 മെമ്പർമാരും ഒരു ബ്ലോക്ക് മെമ്പർ, ഒരു ജില്ലാ പഞ്ചായത്ത്. അപ്പം 5 അധികാരികൾ വരും. ഈ 5 അധികാരികൾക്ക് ഇതിന്റെ കമ്മീഷൻ കൊടുക്കുമ്പോൾ അവർക്ക് ആനുപാതികമായ കമ്മീഷൻ എന്ന് പറയുന്നത് 1.5 ലക്ഷം രൂപയാണ്. 30 ലക്ഷം രൂപ അനുവദിക്കുവാണെങ്കിൽ ഈ 1.5 ലക്ഷം രൂപ വെച്ച് എല്ലാവർക്കും കൊടുക്കുമ്പോൾ എത്ര രൂപയാവും? അതുകൊണ്ട് ഈ റോഡ് പണിയാൻ ഞങ്ങൾക്കാകില്ല. കമ്മീഷൻ എന്ന് പറയുന്ന ആ സംവിധാനം വെട്ടിക്കുറച്ച് തരുവാണെങ്കിൽ ഞങ്ങൾ പണിയാം എന്ന് 17 വാർഡിൽ പണിത കോൺട്രാക്ടർമാരാണ് ഞങ്ങളോട് പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ മുദ്രാവാക്യം പറയുന്നത്. കമ്മീഷൻ ഞങ്ങൾ ഈ ഗ്രാമവാസികൾ ഇപ്പം 300 കുടുംബക്കാർ ഇവിടെയുണ്ട്. ഇവരെല്ലാം കൂടി പിരിച്ച് ഈ ജനകീയ നേതാക്കന്മാർക്ക്, മെമ്പർമാർക്ക്, 16-ാം വാർഡിലെ മെമ്പർക്ക്, 12-ാം വാർഡിലെ മെമ്പർക്ക്, 10-ാം വാർഡിലെ മെമ്പർക്ക്, ബ്ലോക്ക് മെമ്പർക്ക്, ജില്ലാ പഞ്ചായത്ത് മെമ്പർക്ക് എത്ര രൂപ കമ്മീഷൻ വേണമെന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ട ആളുകളെല്ലാം കൂടി പിരിച്ച് അവർ കൊടുക്കാൻ തയ്യാറാണ്. അതിന്റെ ഭാഗമായിട്ട് ഇത് ജനങ്ങളെ പബ്ലിസിറ്റി ആയിട്ട് മൊത്തത്തിൽ ആളുകളെ അറിയിക്കുക എന്നുള്ള ഒരു സമരമാണിത്. ഞങ്ങൾ റോഡ് പണി നടത്തുന്നവരെ ഞങ്ങൾ സമരം ശക്തമാക്കും. ഇപ്പോൾ 6 സ്കൂൾ ബസ്സിൽ പോകുന്നുണ്ട്. 6 സ്കൂൾ ബസ്സിൽ ഇവിടെ കുട്ടികൾ പോകുന്ന ആ കുട്ടികൾ ഇവിടെ ഞായറാഴ്ച സൺഡേ പഠന ക്ലാസ് ഉണ്ടാക്കും. അധ്യാപകർ പറഞ്ഞിരിക്കുക. അത്രയ്ക്ക് വേദനയാണ് ഈ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക്. കുട്ടികളെല്ലാം മിക്ക ദിവസവും വീണ് കൈയൊടിയുകയാണ്. ആ കൈയൊഴിയുന്ന പൈസ മതി ഞങ്ങൾക്ക് ഇവർക്ക് കമ്മീഷൻ കൊടുക്കാൻ. ഒരു രക്ഷയുമില്ല അതിൽ പോകുവാൻ. അതുകൊണ്ട് സൺഡേ പഠന ക്ലാസ് സമര പദ്ധതിയാണ് ഇനി ഞങ്ങൾ ആവിഷ്കരിക്കുന്നത്. ഈ റോഡ് എപ്പോൾ പണി തീരുന്നോ അന്നാണ് ഞങ്ങൾ സമരം നിർത്തുകയുള്ളൂ എന്ന് ഞങ്ങളെല്ലാവരും ഒന്നിച്ച്, ഇത് സൂചനയാണ്,
ഒരു സൂചനാ പണിമുടക്ക് സമരമാണിത്. നിരവധി തവണ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ജനങ്ങളുടെ നേതൃത്വത്തിൽ സമരസമിതി രൂപീകരിക്കുകയും റോഡ് ഉപരോധിക്കുകയുമായിരുന്നു. മെമ്പർമാരുടെ കമ്മീഷൻ അമിതമായിട്ട് ചോദിക്കുന്നത് അവസാനിപ്പിക്കുക. ഒന്നപ്പുറം പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും പണിതു. ഉള്ളംകുത്തി ഒടിയപ്പാറ റോഡ് മാത്രമാണ് പണിയാതിരിക്കുന്നത്. അതുകൊണ്ട് പണിയണം ഞങ്ങളുടെ റോഡ് പണിയണം. ഇനിയും അധികാരികൾ മൗനം തുടർന്നാൽ പഞ്ചായത്തിന് മുൻപിൽ നിരാഹാര സമരം ആരംഭിക്കുമെന്ന് സമരസമിതി കൺവീനർ KC രാജു പറഞ്ഞു. 2-3 വർഷമായി ഈ റോഡ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. ആരോട് ചോദിക്കുമ്പോൾ ബ്ലോക്ക് പറയും ബ്ലോക്കിന്റെ വഴിയാണ്, അല്ല പഞ്ചായത്തിനോട് ചോദിക്കുമ്പോൾ പിന്നെ ജില്ലയുടെ വഴിയാണ്. ഈ മെമ്പർമാർ ചോദിക്കുമ്പോൾ ഫണ്ടില്ല, ഫണ്ട് അനുവദിച്ചു, 8 ലക്ഷം അനുവദിച്ചു, 10 ലക്ഷം അനുവദിച്ചു, എടുക്കാൻ ആൾക്കാരില്ല, പണിയാൻ ആൾക്കാരില്ല എന്നും പറഞ്ഞുകൊണ്ട് തള്ളി നിൽക്കുകയാണ്. 1.8 മീറ്റർ 2 കിലോമീറ്റർ അടുത്ത വഴിയുണ്ട്. ഇതിപ്പോൾ വെള്ളക്കാർ പോയി കൊള്ളക്കാർ വന്നു പറഞ്ഞ അവസ്ഥയാണ്. രാഷ്ട്രീയ നേതാക്കന്മാരുടെ അത്യാർത്ഥിയാണ് ഈ വഴി ഇങ്ങനെ കിടക്കുന്നുള്ള കാരണമായിട്ട് ഞങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയക്കാരുടെ ഈ അത്യാർത്ഥി നിർത്തിയെങ്കിൽ മാത്രമാണ് നാട് നന്നാവുള്ളൂ. എന്നാൽ 2023-24 വാർഷിക പദ്ധതിയിൽപ്പെടുത്തി ഒടിയപ്പാറ മുളൻകുത്തി CSI പള്ളി റോഡിന് ജില്ലാ പഞ്ചായത്തിൽ നിന്നും 20 ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും 5 ലക്ഷം രൂപയും ഫണ്ട് വകയിരുത്തി. 5 ലക്ഷം രൂപയുടെ ടെൻഡർ നടപടികളെല്ലാം കഴിഞ്ഞ് കോൺട്രാക്ടർ എഗ്രിമെന്റ് വെച്ചിട്ടുള്ളതാണെന്നും ജില്ലാ പഞ്ചായത്തിൽ നിന്നും 20 ലക്ഷം രൂപയുടെ ടെൻഡർ പല പ്രാവശ്യം ഇട്ടിട്ടും ഒരു കോൺട്രാക്ടർ പോലും ആ വർക്ക് ഏറ്റെടുക്കാൻ തയ്യാറായില്ലെന്നും ബില്ല് മാറി കിട്ടുവാനുള്ള താമസവും സാമ്പത്തിക പ്രതിസന്ധിയും ഉള്ളതുകൊണ്ടും നിലവിൽ വർക്ക് ഏറ്റെടുക്കാൻ സാധിക്കില്ലെന്നുമാണ് കോൺട്രാക്ടർമാർ പറയുന്നത്. ഇതാണ് പണി വൈകുവാൻ കാരണമെന്നും സമരസമിതിയുടെ ആരോപണങ്ങൾ തെറ്റിദ്ധാരണ മൂലമാണെന്നും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സുനിൽകുമാറിന്റെ അവയവങ്ങൾ ഇനിയും ജീവിക്കും. താൻ മരണത്തിന് കീഴടങ്ങിയാലും തന്റെ അവയവങ്ങൾ മറ്റുള്ളവരുടെ ജീവിക്കണമെന്ന ആഗ്രഹമായിരുന്നു കരിങ്കുന്നം അരീക്കൽ സുനിൽകുമാർ എന്ന 45-കാരന്. അവയവദാനത്തിലൂടെ മരണത്തെയും തോൽപ്പിക്കുകയായിരുന്നു. രാഷ്ട്രീയ സ്വയം സേവാ സംഘ് പാറക്കടവ് ശാഖ സ്വയം സേവകനാണ് സുനിൽകുമാർ. അവിവാഹിതനാണ്. ഗുരുതര രോഗത്താൽ മരണത്തോട് മല്ലടിക്കുമ്പോഴും സുനിൽകുമാറിന്റെ മനസ്സിൽ താൻ മരണത്തിന് കീഴടങ്ങിയാലും തന്റെ അവയവങ്ങൾ മറ്റുള്ളവരിലൂടെ ജീവിക്കണമെന്ന ആഗ്രഹമായിരുന്നു. കരിങ്കുന്നം അരീക്കൽ സുനിൽകുമാർ അവയവദാനത്തിലൂടെ മരണത്തെയും തോൽപ്പിക്കുകയായിരുന്നു. രാഷ്ട്രീയ സ്വയം സേവക സംഘം പാറക്കടവ് ശാഖ സ്വയം സേവകനാണ് സുനിൽകുമാർ. അവിവാഹിതനാണ്. കടുത്ത തലവേദനയെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് തലയ്ക്കകത്ത് മുഴ കണ്ടെത്തിയത്. ഇത് ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യാതെ മറ്റു മാർഗങ്ങളില്ല എന്ന് ഡോക്ടർമാർ വിധിയെഴുതി. കഴിഞ്ഞ 7-ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ സുനിൽകുമാർ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി. ആർഷ വിദ്യാസമാജം തിരുവനന്തപുരം യൂണിറ്റ് ആചാര്യൻ KR മനോജും സംഘവും മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു. സുനിൽകുമാർ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് വീട്ടുകാരും സുഹൃത്തുക്കളും ഉറപ്പിച്ചപ്പോഴാണ് ഫിക്സിന്റെ രൂപത്തിൽ വീണ്ടും ആരോഗ്യനില വഷളായത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും തൊടുപുഴ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. അവിടെ വെച്ച് ഫിക്സും ഹൃദയാഘാതവും ഉണ്ടായതിനെ തുടർന്ന് തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. സുനിൽകുമാറിന് ശനിയാഴ്ച മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു. മരണശേഷം അവയവം ദാനം ചെയ്യണമെന്ന ആഗ്രഹപ്രകാരം അധികൃതരുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾ അനുമതി വാങ്ങി. എറണാകുളത്തെ പ്രമുഖ ആശുപത്രികളിലെ ഡോക്ടർമാരുടെ സംഘമെത്തി സുനിൽകുമാറിന്റെ ശരീരത്തിൽ നിന്നും പ്രധാനപ്പെട്ട അവയവങ്ങൾ നീക്കം ചെയ്ത് അവ സുരക്ഷിതമാക്കി. കണ്ണ്, കരൾ, കിഡ്നി എന്നിവയാണ് സുനിൽകുമാറിന്റെ ശരീരത്തിൽ നിന്നും വേർപെടുത്തിയെടുത്തത്. ഇവ ഇനി അർഹതപ്പെട്ടവരുടെ ശരീരത്തിൽ തുടിക്കും. സുനിൽകുമാറിന്റെ അച്ഛൻ കൃഷ്ണൻ, അമ്മ കുമാരി, സഹോദരങ്ങൾ അനിൽകുമാർ, പരേതനായ വിമൽകുമാർ. സംസ്കാരം തൊടുപുഴ ശാന്തിതീരം വൈദ്യുത ശ്മശാനത്തിൽ നടന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ജാതി മത വർണ്ണങ്ങളുടെ പേരിൽ മനസ്സുകൾ തമ്മിൽ അകന്നു പോകുന്ന കാലത്ത് മതസൗഹാർദ്ദത്തിന് മാതൃക പകരുന്നതാണ് ശല്യാംപാറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷത്തിന്റെ ഭാഗമായുള്ള താലപ്പൊലി ഘോഷയാത്ര. ശല്യാംപാറ നൂറുൽ ഹുദ ജുമാ മസ്ജിദ് അങ്കണത്തിലെത്തിയ ശേഷമാണ് താലപ്പൊലി ഘോഷയാത്ര ക്ഷേത്ര സന്നിധിയിൽ എത്തുന്നത്. മസ്ജിദ് പരിസരത്ത് നൽകുന്ന സ്വീകരണത്തിന് ശേഷം എല്ലാവരും ഒരുമിച്ചാണ് ഘോഷയാത്രയായി ക്ഷേത്ര സന്നിധിയിലെത്തുക. മതസൗഹാർദ്ദത്തിന്റെ മനോഹര കാഴ്ചയാണ് ശല്യംപാറ എന്ന കൊച്ചുഗ്രാമം മുമ്പോട്ട് വയ്ക്കുന്നത്.
ജാതിമത വർണ്ണങ്ങളുടെ പേരിൽ മനസ്സുകൾ തമ്മിൽ അകന്നുപോകുന്ന കാലത്ത് 2 ആരാധനാലയങ്ങളിലെ ആഘോഷങ്ങളിൽ ജാതിമത വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും പങ്കുചേരുന്ന മതസാഹോദര്യത്തിന്റെ കാഴ്ചയാണ് ഇവിടെ നിന്നും കാണാൻ കഴിയുക. ശല്യംപാറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷത്തിന്റെ ഭാഗമായുള്ള താലപ്പൊലി ഘോഷയാത്രയ്ക്ക് ശല്യംപാറ നൂറുൽ ഹുദ ജുമാ മസ്ജിദ് അങ്കണത്തിൽ സ്വീകരണമൊരുക്കി. നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമ്മുടെ അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ ആഘോഷവും അതുപോലെ വാർഷിക മഹാസമ്മേളനത്തിലുമാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന താലപ്പൊലി ആഘോഷത്തിന് എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ മഹലിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ മറ്റു ഇതര നാടുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു മതസൗഹാർദ്ദം നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമുക്കും ഇതുപോലെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിനോട് അനുബന്ധിച്ച് നടത്തപ്പെടുന്ന നബിദിനത്തിന് അവർ നൽകുന്ന സ്വീകരണം ഒരിക്കലും മറക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ നമ്മളും എല്ലാ വർഷവും ഇതുപോലെ അവരെ സ്വീകരിച്ച് നമ്മൾ അവർക്ക് മധുരം നൽകുന്നു. ഇതുപോലെ സൗഹാർദ്ദം എന്നും നിലനിർത്തട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മസ്ജിദ് പരിസരത്ത് നൽകുന്ന സ്വീകരണത്തിന് ശേഷം എല്ലാവരും ഒരുമിച്ചാണ് ഘോഷയാത്രയായി ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുക. നമ്മുടെ ശല്യാംപാറ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൻ്റെ യോഗത്തിലും അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളിലും വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ് ഇത്തവണ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ തീരുമാനം എടുത്ത എല്ലാ മെമ്പർമാർക്കും അതുപോലെ തന്നെ എല്ലാ ഇതിനും നമ്മൾ ഇനി മുമ്പോട്ടാണേലും ഇതുപോലെ നമ്മളിത് കണ്ടിന്യൂ ചെയ്യണം. അതുപോലെ നമ്മുടെ മതസൗഹാർദ്ദം ഏറ്റവും കൂടുതൽ നന്നായ രീതിയിൽ ഇതിൻ്റെ ഏറ്റവും നല്ലൊരു മെസ്സേജാണ് ഇന്ന് നമ്മൾ ഈ ശല്യാംപാറ പള്ളിയിൽ നമ്മളിവിടെ വരികയും അതോടുകൂടെ അതിനെ പ്രതിഷ്ഠാ ദിനം പോലെ തന്നെ നമ്മളത് നമ്മുടെ കൈകാര്യം ചെയ്യുകയും വീണ്ടും നമ്മൾ അമ്പലത്തിലേക്ക് മതസൗഹൃദമായിട്ട് എല്ലാ നാനാജാതി മത ഭേദമില്ലാതെ എല്ലാവരും അമ്പലത്തിലേക്ക് നമ്മൾ മുമ്പോട്ട് നീങ്ങുകയും ഈ ഒരു തീരുമാനം ഇനി മുമ്പോട്ടും ഇതുപോലെ തന്നെ മതസൗഹൃദത്തോടു കൂടി തന്നെ നമുക്ക് ഈ അമ്പലത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് എല്ലാ വ്യക്തികളോടും എല്ലാ പ്രധാനമായിരിക്കും നമ്മുടെ ഉസ്താദ് ഇവിടെ അടുത്തുണ്ട്. അദ്ദേഹത്തിനോടും വളരെ നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു ഇത് നമുക്ക് അവിടെ ചെയ്തു തന്നതില്ല. താലപ്പൊലി ഘോഷയാത്രയിൽ പങ്കുചേർന്ന് എത്തുന്നവർക്ക് മസ്ജിദ് പരിസരത്ത് മധുരമൊരുക്കി സ്നേഹം പങ്കിടും. ഇതിനുശേഷമാണ് ഘോഷയാത്ര ക്ഷേത്ര സന്നിധിയിൽ എത്തുന്നത്. നബിദിന ആഘോഷദിനത്തിൽ ഹൈന്ദവ വിശ്വാസികൾ തിരിച്ചും ഈ സ്നേഹവും സൗഹൃദവും പങ്കിട്ട് നൽകാറുണ്ട്. നബിദിന റാലിയിൽ പങ്കെടുക്കുന്നവർക്ക് മധുരം നൽകി സ്വീകരിക്കും. നാളുകളായി ഈ രീതി തുടർന്നു പോരുന്നു. ക്ഷേത്രം ഭാരവാഹികളും ജുമാ മസ്ജിദ് ഭാരവാഹികളും സ്വീകരണ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി. ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ 27ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കം കുറിച്ച് നടന്ന സമ്മേളനം മാർഗദർശക മണ്ഡലം ജനറൽ സെക്രട്ടറി സ്വാമി സത് സ്വരൂപാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം സഹരക്ഷാധികാരി MR ജയകുമാർ അധ്യക്ഷത വഹിച്ചു. 2024 ഔഷധ സേവയുടെ കലണ്ടർ പ്രകാശനം രാജൻ അക്ഷയയ്ക്ക് നൽകിക്കൊണ്ട് സ്വാമി സത്സ്വരൂപാനന്ദ നിർവഹിച്ചു. ഔഷധ സേവാ കൂപ്പൺ വിതരണോദ്ഘാടനം സന്തോഷ് ഉത്രത്തിന് നൽകിക്കൊണ്ട് തപസ്യ സംസ്ഥാന സമിതി അംഗം VK ബിജു നിർവഹിച്ചു. ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ 27ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിച്ചു. ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ച യോഗത്തിൽ കലണ്ടർ പ്രകാശനം, ഔഷധ സേവാ കൂപ്പൺ വിതരണോദ്ഘാടനം, ആദരിക്കൽ ചടങ്ങ് തുടങ്ങിയവ നടത്തി. മാർഗദർശക മണ്ഡലം ജനറൽ സെക്രട്ടറി സ്വാമി സത്സ്വരൂപാനന്ദ സരസ്വതി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമുക്ക് നന്നായിട്ട് ആരോഗ്യമുണ്ടാവണം. അതാണ് ഈ അവിദ്യ മുക്തി തീർത്ത കടൗപനിഷത്ത് പറയുന്നതാണ്. കടൗപനിഷത്ത് അവിദ്യ മുക്തി തീർക്കുക വിദ്യയ അമൃതമശ്വതേ. അവിദ്യ കൊണ്ട് മൃത്യുവിനെ ജയിച്ച് ഇത് വലിയ കുടുക്കാണ്. വിദ്യ നേടി അമരത്വം നേടുക, മോക്ഷം നേടുക. വിദ്യ നേടി മോക്ഷം നേടുക, ജ്ഞാനം നേടി മോക്ഷം നേടുക. പക്ഷെ ഈ അവിദ്യ കൊണ്ട് എങ്ങനെയാണ് മൃത്യുവിനെ ജയിക്കുന്നത്? അവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യയുടെ ഓപ്പോസിറ്റാണ്. അപ്പൊ എങ്ങനെ നമുക്ക് ഈ അറിവല്ലാത്തതിനെ നമ്മൾ പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കുന്നത്? അപ്പൊ എവിടെയോ പോയിട്ടുണ്ട്. അവിദ്യ കൊണ്ട് മൃത്യുവിനെ ജയിച്ച് വിദ്യ കൊണ്ട് അമരത്വം നേടുക. അപ്പൊ സംതിങ് എവിടെ ആ അവിദ്യ എന്ന് പറയുന്നത്? ഈ അവിദ്യ എന്താണ്? അപ്പോ ഈ അവിദ്യ എന്നത് ഭൗതികമായ വിജ്ഞാന ശാഖയ്ക്കാണ് അവിദ്യ എന്ന് പറയുന്നത്. ഭൗതികമായ വിജ്ഞാനം, ഭൗതിക വിജ്ഞാനത്തിനാണ് അവിദ്യ എന്ന് പറയുന്നത്. ആധ്യാത്മിക വിജ്ഞാനത്തിന്റെയാണ് വിദ്യ.
ആധ്യാത്മികമായ കാര്യങ്ങൾ. അത് വിദ്യയും ഭൗതികമായ വിദ്യയാണ് അവിദ്യ എന്ന് പറയുന്നത്. ക്ഷേത്രം സഹരക്ഷാധികാരി MR ജയകുമാർ അധ്യക്ഷത വഹിച്ചു. 2024 ഔഷധ സേവയുടെ കലണ്ടർ പ്രകാശനം രാജൻ അക്ഷയ്ക്ക് നൽകിക്കൊണ്ട് സ്വാമി സത്സ്വരൂപാനന്ദ നിർവഹിച്ചു. ഔഷധ സേവ കൂപ്പൺ വിതരണോദ്ഘാടനം സന്തോഷ് ഉത്രത്തിന് നൽകിക്കൊണ്ട് തപസ്യ സംസ്ഥാന സമിതി അംഗം VK ബിജു നിർവഹിച്ചു. ഗ്രാമത്തിലെ മികച്ച കർഷകൻ, ഔഷധ സേവ കൺവീനർമാർ, പ്രതിഭകൾ എന്നിവരെ ആദരിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് VB ജയൻ, സെക്രട്ടറി സിജു വടക്കേമുഴിക്കൽ, ഖജാൻജി രവീന്ദ്രൻ മൂത്തേടത്ത്, കോലാനി ക്ഷേത്രം ഖജാൻജി ഹരികൃഷ്ണൻ കിഴക്കനാട്ട്, വണ്ണപ്പുറം ക്ഷേത്രം വൈസ് പ്രസിഡന്റ് രാഘവൻ പിള്ള, ശാസ്താംപാറ ക്ഷേത്രം പ്രസിഡന്റ് അശോക് കുമാർ PG, ഇടവെട്ടി ദുർഗാക്ഷേത്രം സെക്രട്ടറി സുരേഷ് കണ്ണൻ, ഇടവെട്ടി സരസ്വതി സ്കൂൾ പ്രസിഡന്റ് VM ബിജു, തൊണ്ടിക്കുഴ ക്ഷേത്രം പ്രസിഡന്റ് അനൂപ് തൊണ്ടിക്കുഴ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടവെട്ടി. കീരിത്തോട് ശിവപാർവതി ക്ഷേത്ര പ്രതിഷ്ഠാ മഹോത്സവത്തിന് മുന്നോടിയായി താഴികക്കുട പ്രതിഷ്ഠ നടന്നു. പ്രതിഷ്ഠാകർമ്മങ്ങൾക്ക് ക്ഷേത്രം തന്ത്രി OV ഷിബു ഗുരുപദം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. SNDP യോഗം കീരിത്തോട് ശാഖ ശിവപാർവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ മഹോത്സവത്തിന് മുന്നോടിയായി താഴികക്കുട പ്രതിഷ്ഠ നടന്നു. വൈകുന്നേരം 6-നും 6:15-നും മധ്യം നടന്ന പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ഡോക്ടർ OV ഷിബു ഗുരുപദം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നമ്മുടെ ക്ഷേത്രത്തിൽ നാളിതുവരെ കാത്തിരുന്ന ആ പ്രതിഷ്ഠാ മുഹൂർത്തം നാളെയാണ്. അതിന് മുന്നോടിയായി നടന്നു വരുന്ന താന്ത്രിക ക്രിയകൾ ഇന്ന് താഴികക്കുട പ്രതിഷ്ഠയോടുകൂടി ഇന്ന് പരിസമാപിക്കുകയാണ്. ഇനി നാളെ രാവിലെ അധിവാസം വിടർത്തി പൂജ കഴിഞ്ഞ് വാദ്യഘോഷങ്ങളോടുകൂടി ഈ ബിംബവും കലശവും ശ്രീലകത്തേക്ക് എഴുന്നള്ളിച്ച് സർവസാക്ഷിയായി ലോകത്തിന് നന്മയ്ക്ക് വേണ്ടി ഈ ഗുരുദേവ സമ്പ്രദായത്തിൽ നാം അധ്യയനം ചെയ്തും അധ്യാപനം ചെയ്തും പ്രചരിപ്പിച്ചു നടക്കുന്ന ഈ ധർമ്മത്തിൻ്റെ, ക്ഷേത്രാധിഷ്ഠമായിരിക്കുന്ന ഈ ധർമ്മത്തിൻ്റെ ആകെയുള്ള പൊരുൾ നമ്മൾ നാളെ ഇവിടെ ഈ ലോകത്തിന് സമർപ്പിക്കുകയാണ്. ഇനി ഇവിടെ മണ്ഡപത്തിൽ ധ്യാനാധിവാസവും അധിവസിച്ച് പൂജയൊക്കെ നടന്നു വരുന്നു. നാളെ പ്രഭാതത്തിൽ എല്ലാ ഭക്തജനങ്ങളും, ആപാരവൃതം ജനങ്ങളും ഈ ധന്യമുഹൂർത്തത്തിൽ പങ്കെടുക്കാൻ പ്രതിഷ്ഠാ മുഹൂർത്തത്തിൽ എത്തിച്ചേരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നതോടൊപ്പം 1000 മഹാക്ഷേത്രങ്ങൾ ദർശനം നടത്തുന്ന പുണ്യമാണ് ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങ് കാണുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇതിൽ പങ്കെടുത്ത് സുഹൃത്തുക്കളായ ജനങ്ങൾ ധന്യരായി തീരുവാൻ ഗുരുദേവന്റെ നാമത്തിൽ എല്ലാവരെയും പ്രാർത്ഥിച്ചുകൊണ്ട് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. തിങ്കളാഴ്ച രാവിലെ 11:45-നും 12:03-നും മധ്യം നടന്ന SNDP യോഗം ഇടുക്കി യൂണിയൻ പ്രസിഡന്റ് P രാജൻ, യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ശാഖായോഗം പ്രസിഡന്റ് സന്തോഷ് കടമാനത്ത്, വൈസ് പ്രസിഡന്റ് വിനോദ് കള്ളിക്കാട്ട്, സെക്രട്ടറി അനു തൊമരക്കാക്കുഴി, ജനറൽ കൺവീനർ ജ്യോതിഷ് കുടിക്കയത്ത്, യൂണിയൻ കൗൺസിലർ മനേഷ് കുടിക്കയത്ത് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പഴയരിക്കണ്ടം. കോതമംഗലം മാർ ബസേലിയോസ് ദന്തൽ കോളേജിന്റെയും സൗത്ത് പിടവൂർ മസ്ജിദുനൂറിന്റെയും നേതൃത്വത്തിൽ സൗജന്യ ദന്ത ചികിത്സാ ക്യാമ്പ് നടത്തി. സൗത്ത് പിടവൂർ ദാറുൽ ഉലൂം മദ്രസ ഹാളിൽ നടന്ന ദന്ത ചികിത്സാ ക്യാമ്പ് മാർ ബസേലിയോസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ സെക്രട്ടറി ബിനോയ് മണ്ണഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. വാരപ്പെട്ടി പഞ്ചായത്ത് അംഗം KM സയ്യിദ് അധ്യക്ഷത വഹിച്ചു. ലത്തീഫ് കുഞ്ചാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട്. കോതമംഗലം മാർ ബസേലിയോസ് ഡെന്റൽ കോളേജിന്റെയും സൗത്ത് പിടവൂർ മസ്ജിദുനൂറിന്റെയും നേതൃത്വത്തിൽ സൗജന്യ ദന്ത ചികിത്സാ ക്യാമ്പ് നടത്തി. സൗത്ത് പിടവൂർ ദാറുൽ ഉലൂം മദ്രസ ഹാളിൽ നടന്ന ദന്ത ചികിത്സാ ക്യാമ്പ് മാർ ബസേലിയോസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ സെക്രട്ടറി ബിനോയ് മണ്ണഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. ഇതുപോലെയുള്ള ഗ്രാമപ്രദേശങ്ങളിൽ ആവശ്യമനുസരിച്ച് സംഘടനകളും മറ്റ് പള്ളികളുമെല്ലാം ആവശ്യപ്പെടുന്നതനുസരിച്ച് വിശദങ്ങളായ ക്യാമ്പുകൾ. വാരപ്പെട്ടി പഞ്ചായത്ത് അംഗം KM സയ്യിദ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം KK ഹുസൈൻ, മസ്ജിദുനൂർ ഇമാം നജീബ് വഹബി, മാർ ബസേലിയോസ് ദന്തൽ കോളേജ് PRO ജുബിൻ ജോയ്, ഡോക്ടർ മരിയ ഐസക്, ഡോക്ടർ മിഥുന വിനായകൻ, ചന്ദന രാജൻ, ലത്തീഫ് കുഞ്ചാട്ട്, അൻസാരി CM, സിയ, യൂസഫ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കോതമംഗലം മാർ ബസേലിയോസ് ദന്തൽ കോളേജിന്റെയും സൗത്ത് പിടവൂർ മസ്ജിദുനൂറിന്റെയും നേതൃത്വത്തിൽ സൗജന്യ ദന്ത ചികിത്സാ ക്യാമ്പ് നടത്തി. സൗത്ത് പിടവൂർ ദാറുൽ ഉലൂം മദ്രസ ഹാളിൽ നടന്ന ദന്ത ചികിത്സാ ക്യാമ്പ് മാർ ബസേലിയോസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ സെക്രട്ടറി ബിനോയ് മണ്ണഞ്ചേരി ഉദ്ഘാടനം ചെയ്തു.
തിരുവനന്തപുരത്ത് നടന്ന 21ാമത് സംസ്ഥാന മിനി ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ 3ാം സ്ഥാനം നേടിയ ഇടുക്കി ജില്ലാ ടീം അംഗങ്ങളെയും കേരള ടീമിൽ സെലക്ഷൻ ലഭിച്ച ഫിനാൻ കബീർ, ദേവനന്ദൻ എന്നിവരെയും ഇടുക്കി ജില്ലാ ഹാൻഡ്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ഇടുക്കി ജില്ലാ പ്രീമിയർ ലീഗ് രക്ഷാധികാരി അബു ജോൺ ജോസഫ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ് എന്നിവർ മെമന്റോ വിതരണം ചെയ്തു. തിരുവനന്തപുരത്ത് നടന്ന 21ാമത് സംസ്ഥാന മിനി ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ 3ാം സ്ഥാനം നേടിയ ജില്ലാ ടീം അംഗങ്ങളെയും കേരള ടീമിൽ സെലക്ഷൻ ലഭിച്ച ഫിനാൻ കബീർ, ദേവനന്ദൻ എന്നിവരെയും ഇടുക്കി ജില്ലാ ഹാൻഡ്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ഇടുക്കി ജില്ലാ പ്രീമിയർ ലീഗ് രക്ഷാധികാരി അബു ജോൺ ജോസഫ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ് എന്നിവർ മൊമന്റോ വിതരണം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് പി അജീവ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന താരങ്ങളായ ബോബൻ ബാലകൃഷ്ണൻ, ഷൈൻ പി ആർ, ജില്ലാ സെക്രട്ടറി അൻവർ ഹുസൈൻ എന്നിവർ പ്രസംഗിച്ചു. ജോഹൻ ജോൺസൺ ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കത്തോലിക്ക കോൺഗ്രസിന്റെ ചരിത്രം കേരളത്തിന്റെ നവോത്ഥാന ചരിത്രം തന്നെയാണെന്നും സഭയുടെയും സമുദായത്തിന്റെയും ശബ്ദമായി മാറാൻ അവർക്ക് കഴിയണമെന്നും പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട്. ജലസ്രോതസ്സുകളിലെ മാലിന്യം നീക്കം ചെയ്യാൻ വാട്ടർ ട്രാഷ് കളക്ടിംഗ് മെഷീൻ നിർമ്മിച്ച് വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ. വാട്ടർ ട്രാഷ് കളക്ടിംഗ് മെഷീൻ ലോഞ്ചിംഗ് കോളേജ് മാനേജർ മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ നിർവഹിച്ചു. മുതലക്കോടം ജനകീയ വേദിയുടെ ആഭിമുഖ്യത്തിൽ നിർധന രോഗികളെ സഹായിക്കുന്നതിനായി സംഘടിപ്പിച്ച അഖില കേരള വടംവലി മത്സരം മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹാജിമാർക്ക് യാത്രയപ്പ് നൽകി. തൊടുപുഴ സിന്നമൺ കൗണ്ടി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം പി ജെ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഒടിയപാറ മുള്ളൻകുത്തി CSI പള്ളി റോഡ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചു. 200ഓളം കുടുംബങ്ങളുടെ ഏക ആശ്രയമായ റോഡ് പൂർണ്ണമായും തകർന്നിട്ട് 2.5 വർഷം കഴിഞ്ഞിട്ടും നന്നാക്കുവാൻ നടപടിയായില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.